റൺ ഓഫ് കച്ചിലെ തോരൻ റൺ റിസോർട്ടിൽ എന്റെ 2ാം ദിവസത്തിന്റെ പ്രഭാതം. സൂര്യൻ മാനത്തെ കുങ്കുമവർണ്ണം അണിയിച്ചുകൊണ്ട് ഉദിച്ചുയരുന്നു. റിസോർട്ടിൽ താമസക്കാരായി കുറെ പേരുണ്ടെങ്കിലും രാവിലെ ഈ പരിസരമാകെ നിശബ്ദവും ശാന്തവുമാണ്. വൈകുന്നേരമാണ് റിസോർട്ട് ഒന്ന് സജീവമാവുക. ലഗേജ് എല്ലാം എടുത്താണ് ഞാൻ കോട്ടേജിൽ നിന്നും പുറത്തേക്കിറങ്ങിയത്. ആവശ്യമെങ്കിൽ പ്രഭാത ഭക്ഷണം കഴിക്കാം. പക്ഷെ ഇവിടുത്തെ ഭക്ഷണത്തിൽ എനിക്കത്ര താല്പര്യം തോന്നിയില്ല. രാവിലെ ദീർഘമായ യാത്ര തുടങ്ങണം. റൺ ഓഫ് കച്ചിലെ അനുഭവങ്ങൾക്കായി ഇത്രയൊക്കെ സമയം ഇവിടെ ചിലവഴിച്ചാൽ മതി. ജോലിക്കാരും ഡ്രൈവർമാരും അങ്ങിങ്ങ് കൂടി നിൽക്കുന്നു. നല്ല തണുപ്പുണ്ട്. ഏതാനും വാഹനങ്ങളുണ്ട് പാർക്കിങ്ങിൽ. എന്റെ ഡ്രൈവർ ജാക്കീർ ദീർഘയാത്രയ്ക്കായി വണ്ടി ഒരുക്കിയിരിക്കുന്നു. ഇവിടെ നിന്നും ഞങ്ങൾ ഭുജിലേക്ക് മടങ്ങുകയാണ്. ഭുജിലും പരിസരത്തുമായി കച്ച് മേഖലയുടെ കുറേയേറെ തനത് കാഴ്ചകളുണ്ട്. അതുകൂടി കാണാനുള്ള യാത്രയാണ്. പോകുന്ന വഴി കച്ചിന്റെ കുറെ ഗ്രാമീണ കാഴ്ചകളും പകർത്താനുണ്ട്. തോരൻ റൺ റിസോർട്ടിന്റെ കവാടം കടന്ന് മരുഭൂമിയിലൂടെ നിർമ്മിച്ച കോൺക്രീറ്റ് പാതയിലൂടെ യാത്ര തുടരുമ്പോൾ മുന്നിൽ ടെന്റ് സിറ്റി എന്ന കൂടാരങ്ങളുടെ പട്ടണത്തിന്റെ ഒരു ഭാഗം കാണാം. സന്ദർശകരെയും ഒട്ടകവണ്ടികളെയും കച്ചവടക്കാരെയും എല്ലാം ഇവിടേക്ക് കൊണ്ടുവരുന്നത് ഈ ടെന്റ് സിറ്റിയാണ്. വർഷത്തിൽ 4 മാസം മാത്രം സജീവമാകുന്ന കൂടാരപട്ടണം. ഇക്കാണുന്ന ഭാഗത്തു മാത്രം പല കൂടാരങ്ങളിലായി 600ഓളം മുറികളുണ്ട്. പ്രൈവറ്റ് റിസോർട്ടുകളും ധാരാളം. അതെല്ലാം കൂടി ചേർന്ന് 1000-ലധികം കൂടാരങ്ങൾ ഇവിടെ സന്ദർശകർക്കായി ഒരുക്കിയിട്ടിരിക്കുന്നു. ഇന്നലെ രാത്രിയിൽ ഞാൻ ഈ വഴിയെല്ലാം സഞ്ചരിച്ചതാണ്. രാത്രിയിൽ കുറച്ചൊക്കെ സജീവമായിരുന്ന ഫുഡ് കോർട്ടുകളും സുവനീർ കടകളുമെല്ലാം ഇപ്പോൾ അടഞ്ഞ് നിർജീവാവസ്ഥയിലാണ്. ശരിക്കും ഒരു അത്ഭുത പ്രദേശമാണ് ടെന്റ് സിറ്റി. മാർച്ച് മാസത്തോടെ ഈ കൂടാരങ്ങളും കൊടിത്തോരണങ്ങളുമെല്ലാം ഇവിടെ നിന്നും അപ്രത്യക്ഷമാവും. പിന്നെ BSF ഉദ്യോഗസ്ഥർ വാഹനങ്ങളിൽ റോന്തു ചുറ്റുന്ന ഒരു മരുഭൂപ്രദേശം മാത്രമായി ഇവിടെ മാറും. വീണ്ടും അടുത്ത സെപ്റ്റംബർ മാസമാകുമ്പോൾ താൽക്കാലിക ടെന്റുകളുടെയും പൗലിനുകളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങളും പാതകളുടെ അറ്റകുറ്റപ്പണികളുമെല്ലാം തുടങ്ങുകയായി. പിന്നെ ആഘോഷങ്ങളുടെ 3 മാസങ്ങൾ. 2005 മുതലാണ് ഇവിടം ഒരു ഉല്ലാസവേദിയായി മാറിയത്. റിസോർട്ടുകളിലും കച്ചവട സ്ഥാപനങ്ങളിലുമെല്ലാം ജോലി ചെയ്യുന്നവരും ടെന്റ് സിറ്റിയുടെ കരാർ എടുത്തിരിക്കുന്ന കമ്പനിയിലെ സ്റ്റാഫും മരുഭൂമിയിൽ നിർമ്മിക്കുന്ന താൽക്കാലിക കൂടാരങ്ങളിലാണ് 4 മാസത്തോളം വസിക്കുക. റൺ ഓഫ് കച്ചിൽ നിന്നുള്ള മടക്കയാത്രയിലും കാണാം ഇത്തരത്തിലുള്ള ധാരാളം റിസോർട്ടുകൾ. 15-20 ടെന്റുകളുണ്ടാവും ഒരു റിസോർട്ടിൽ. റൺ ഓഫ് കച്ചിന്റെ പ്രാന്തഭാഗങ്ങളിൽ ചില ഗ്രാമങ്ങളുണ്ട്. കാലി വളർത്തൽ ഉപജീവനമാർഗമാക്കിയ നാടോടി ഗോത്രങ്ങളുടെ ഗ്രാമങ്ങളാണത്. പക്ഷേ കൂടുതലായും കാണുന്നത് ഇങ്ങനെയുള്ള റിസോർട്ടുകളാണ്. മികച്ച ഹൈവേകൾ പണിതിട്ടിരിക്കുന്നു എന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ എത്തുന്ന കുമരകത്തേക്ക് ഒരു നല്ല പാത നിർമ്മിക്കാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നത് ഇതിനോട് കൂട്ടി വായിക്കണം. റിസോർട്ടുകളുടെ ഒരു പ്രദേശം കഴിഞ്ഞാൽ പിന്നെ കിലോമീറ്ററോളം വിജനതയാണ്. യാത്ര തുടരുമ്പോൾ ഇടയ്ക്കെല്ലാം റൺ ഉത്സവിലേക്ക് സന്ദർശകരെ സ്വാഗതം ചെയ്യുന്ന കവാടങ്ങൾ കാണാം. ഇത്തരത്തിലുള്ള എത്രയെത്ര റിസോർട്ടുകൾ ഇതിനകം കടന്നുപോയെന്ന് എനിക്ക് നിശ്ചയമില്ല. ഇന്ത്യയിലെ തന്നെ പ്രമുഖമായ റിസോർട്ട് കമ്പനികളുടെ ഉടമസ്ഥതയിലുള്ളവയും അതിലുണ്ട്. കച്ചിന്റെ ചില ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള വിശാലമായ പുൽമേടുകളാണ്. നാടോടി ഗോത്രങ്ങൾ കന്നുകാലികളെയും ആടിനെയും ഒട്ടകങ്ങളെയും മേയിച്ചു നടക്കുന്ന മേടുകൾ. പുൽമേട്ടിൽ അങ്ങിങ്ങി വളർന്നു നിൽക്കുന്ന മുൾച്ചെടികൾ ഒട്ടകങ്ങളുടെ ഇഷ്ടഭോജ്യമാണ്. കുറെ ദൂരമോടി കാർ ഇപ്പോൾ ഫെറാൻ ദിയാറ എന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. റണ്ണിലേക്ക് പോകുന്നതിനായി പെർമിറ്റ് എടുക്കാൻ കാത്തുകിടക്കുന്ന ആളുകളെയും വാഹനങ്ങളുമെല്ലാം ഇപ്പോഴും ഇവിടെ കാണാം. ഇതൊരു ജംഗ്ഷനാണ്. പാതയോരത്ത് കാർ നിർത്തി ഞാനൊന്നിറങ്ങി. സിന്ധികളായ നാടോടി ഗോത്രത്തിൽപ്പെട്ടവർ പുലർക്കാല തണുപ്പിലൂടെ നടന്നുവരുന്നു. വ്യത്യസ്തമായ വസ്ത്രധാരണ ശൈലിയും ആഭരണങ്ങളുമുള്ളവർ. ക്യാമറയുമായി നിൽക്കുന്ന എന്നെ കണ്ടതോടെ സ്ത്രീകൾ മുഖം മറച്ചാണ് പോകുന്നത്.
അവർ സമീപത്തേക്ക് എത്തട്ടെ എന്ന് കരുതി ഞാനും നിന്നു. കച്ചിൽ പാർപ്പുറപ്പിച്ചിരിക്കുന്ന ഇടയഗോത്രമായ ഖനേദ ജാട്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. സവിശേഷമായൊരു മുക്കുത്തി അണിയുന്നവരാണ് ഈ ഗോത്രത്തിലെ സ്ത്രീകൾ. ഇവർ മുഖം മറച്ചിരിക്കുകയാണ്. പക്ഷേ ഞാൻ അല്പം പണം വാഗ്ദാനം ചെയ്തപ്പോൾ ഒരു സ്ത്രീ മൂടുപടം മാറ്റി. ഇതാണ് ഖനേദ ജാട്ട് സ്ത്രീകളുടെ മൂക്കുത്തി. ലോഹവും കല്ലുമെല്ലാം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ സവിശേഷ ആഭരണം മുടിയിഴകൾ കൊണ്ട് മുകളിലേക്ക് വലിച്ചു നിർത്തിയിരിക്കുകയാണ്. കച്ചിലും സൗരാഷ്ട്രയിലുമായി വസിക്കുന്ന ജാട്ട് വംശത്തിന് പ്രധാനമായും 3 വകഭേദങ്ങളാണുള്ളത്. അതിൽ കച്ചി ജാട്ടിലെ 3 പ്രധാന ഉപവിഭാഗങ്ങളിലൊന്നാണ് ഖനേദ. മുസ്ലിങ്ങളാണ് ഇവർ. എന്നാൽ ചില ഹൈന്ദവ ഗോത്രങ്ങളിലേതുപോലുള്ള ആചാരരീതികൾ പിന്തുടരുന്നവരുമാണ്. ഇറാനിൽ നിന്നും 5-ാം നൂറ്റാണ്ടിൽ പാകിസ്ഥാനിലെ സിന്ധ് വഴി ഗുജറാത്തിൽ എത്തിയവരാണ് ഇവിടെ കാണുന്ന ജാട്ട് വംശജരുടെ പിന്മുറക്കാർ. ഇറാനിലെ അപരിഷ്കൃതമായ ഗോത്രഗ്രാമങ്ങളിലെ വസ്ത്രധാരണ രീതിയും ആഭരണങ്ങളുമെല്ലാം ഇവിടെയുള്ള ചില ഗോത്രവിഭാഗങ്ങളിലും ഇന്നും കാണാനാവുന്നു എന്നതാണ് അത്ഭുതകരമായ വസ്തുത. ഖനേദ ജാട്ട് കുടുംബങ്ങൾ ധാരാളമായി വസിക്കുന്ന ഒരു പ്രദേശമാണ് ഞങ്ങൾ ഇപ്പോൾ കടന്നുപോകുന്ന ഫെറാൻ ദിയാറ. ഹൈന്ദവ ഇസ്ലാമിക പാരമ്പര്യം പിന്തുടരുന്ന നിരവധി ഗോത്രങ്ങളുള്ള പ്രദേശമാണ് കച്ച്. ഹൈന്ദവ പാരമ്പര്യമുള്ളവർ രാജസ്ഥാനിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നുമെല്ലാമാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടേക്കെത്തിയത്. മുസ്ലിം പാരമ്പര്യമുള്ള ഗോത്രവർഗങ്ങളാവട്ടെ ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നീ ഭൂഭാഗങ്ങളിൽ നിന്നും വന്നവരാണ്. ഇവിടെ ചെറിയൊരു അങ്ങാടിയുണ്ട്. ഹിന്ദിയാര എന്ന ഗ്രാമത്തിലെ അങ്ങാടിയാണ്. ഞങ്ങൾ യാത്ര തുടർന്നു. വീണ്ടും കണ്ണത്താ ദൂരം പരന്നുകിടക്കുന്ന മരുഭൂമിയുടെ കാഴ്ചയായി. ഒരു പുൽനാമ്പ് പോലും ഇല്ലാത്ത ഭൂമി. പക്ഷേ അതിലൂടെ 100 കണക്കിന് കന്നുകാലികൾ പോകുന്നുണ്ട്. വരണ്ട ഭൂമിക്കപ്പുറമുള്ള ഏതോ പുൽമേട്ടിലേക്കുള്ള യാത്രയായിരിക്കാം. കാളയാണെന്ന് നാം സംശയിച്ചു പോകുന്ന രൂപമുള്ള പശുക്കളുടെ വലിയ കൂട്ടം. ഗുജറാത്തിലെ കാൻഗ്രജ് എന്ന സ്ഥലത്ത് ഉടലെടുത്തതെന്ന് വിശ്വസിക്കുന്ന കാൻഗ്രജ് പശുക്കളാണിത്. വടക്കൻ ഗുജറാത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ബോംബെ പ്രൊവിൻസിന്റെ ഭാഗമായിരുന്നപ്പോഴാണ് ഈ ഒരു വിഭാഗം പശുക്കളെക്കുറിച്ചുള്ള പഠനങ്ങൾ തുടങ്ങുന്നത്. മേച്ചിൽ പുറത്തു തന്നെ പാൽപാത്രങ്ങളും കാണുന്നുണ്ട്. ഇവിടെ വെച്ച് തന്നെ കറക്കുന്ന പാൽ അളന്നെടുക്കുകയാണ് സഹകരണ സംഘങ്ങൾ ചെയ്യുന്നത്. ഇവിടെ ഗ്രാമീണ മേഖലയിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം പശു വളർത്തൽ തന്നെയാണ്. പുതിയ കാലത്തെ തൊഴിലല്ല ഇത്. 1500 വർഷം മുൻപ് തന്നെ കച്ച് മേഖലയിലെല്ലാം ധാരാളം ഇടയഗോത്രങ്ങളുണ്ടായിരുന്നു. സവിശേഷമായൊരു ഗോത്രജീവിതം തന്നെയാണത്. ഇപ്പോഴും പരമ്പരാഗത രീതികളിൽ നിന്നും പല ഗോത്രങ്ങളും മാറിയിട്ടില്ല. അത്തരമൊരു ഗോത്രജീവിതം കാണുന്നതിനാണ് ഞാൻ ഇവിടെ കാർ നിർത്തി ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ 1-2 പേരും ഏതാനും കന്നുകാലികളുമുണ്ട്. മുൾച്ചെടികൾ വെട്ടിക്കൂട്ടി അതിര് തിരിച്ചിരിക്കുന്നു. കൃത്യമായ രീതിയിൽ വേലി കെട്ടിയിട്ടൊന്നുമില്ല. മുൾച്ചെടിക്കമ്പുകൾ വെട്ടി ചുറ്റും കൂട്ടിവെച്ചിരിക്കുകയാണ്. അതിന് ഇങ്ങനെയൊരു കവാടവും. അതിലൂടെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ കുറെ പാൽപാത്രങ്ങളും തൊട്ടികളുമെല്ലാം നിരന്നിരിക്കുന്നുണ്ട്. ഈച്ചയാർക്കുന്ന പാൽപാത്രങ്ങൾ. ഒരു ക്യാനിൽ നിന്ന് അടുപ്പിൽ വെച്ചിരിക്കുന്ന വിസ്താരമേറിയ ഇരുമ്പ് ചട്ടിയിലേക്ക് പാൽ പകരുന്നു ഒരാൾ. കുറേയേറെ ഈച്ചകൾ ചത്തുപൊങ്ങിക്കിടക്കുന്ന പാൽ. ആദ്യ ജോലി ഒരു അരിപ്പ് കൊണ്ട് ഈച്ചയെ കോരിക്കളയുകയാണ്. തുറന്നിരിക്കുന്ന പാൽപാത്രങ്ങളിലെല്ലാം ഈച്ച വന്ന് വീണുകൊണ്ടിരിക്കും. എത്ര അശ്രദ്ധയോടെയാണ് ഇവർ പാൽ കൈകാര്യം ചെയ്യുന്നതെന്ന് തോന്നിപ്പോകുന്നു. അടുത്ത ഘട്ടം തുറന്ന സ്ഥലത്ത് വെച്ച് ഈ പാൽ തിളപ്പിക്കലാണ്. മാൽധാരി വിഭാഗത്തിൽപ്പെട്ട ഒരു ഇടയഗോത്രത്തിലെ ആളുകളാണിത്. പശുക്കളെ മേയിച്ചുകൊണ്ടുള്ള യാത്രകൾക്കിടെ 1-2 മാസങ്ങൾ മാത്രമാണ് ഇത്തരം പ്രദേശങ്ങളിൽ ഇവർ തമ്പടിക്കുക. അതിനുശേഷം പശുക്കൾക്ക് കൂടുതൽ തീറ്റ ലഭിക്കുന്ന മറ്റൊരിടത്തേക്ക് നീങ്ങും. ഈ യാത്രകളിൽ കറന്നെടുക്കുന്ന പാൽ മുഴുവൻ വിറ്റുതീർക്കാൻ ഇവർക്കാവില്ല. അതിനാൽ അത് ഇവിടെ വെച്ച് തന്നെ അടുപ്പിൽ വെച്ച് വറ്റിച്ചെടുത്ത് പാൽക്കട്ടിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്.
പരന്നതും നല്ല കനമുള്ളതുമായ പാത്രത്തിൽ ചെറുതീയിൽ വേണം പാൽ വറ്റിക്കാൻ. ഇവരുടെ ആകെയുള്ള വിനോദം ഈ പഴഞ്ചൻ റേഡിയോയിൽ നിന്നുള്ള പാട്ടാണ്. അതും ഈച്ചയരിച്ചു കിടക്കുന്നു. ഇടയന്മാരുടെ രാത്രി ഉറക്കം ഈ കട്ടിലാണ്. മേയാൻ വിടാത്ത കന്നുകുട്ടികൾ ഒരു ഭാഗത്ത്, മറ്റെങ്ങോ ഉള്ള ഗ്രാമത്തിലെ കുടിലുകളിലായിരിക്കും ഇവിടെയുള്ള ഇടയരുടെ സ്ത്രീകളും കുട്ടികളും. ഇടയുടെ താവളത്തിനു ചുറ്റുപാടും പശുക്കിടാങ്ങളുണ്ട്. തീറ്റയുടെ ലഭ്യതയനുസരിച്ച് ഇവയുടെ താവളം മാറ്റിക്കൊണ്ടിരിക്കും. കാൻഗ്രജ് പശുക്കൾക്ക് തന്നെയാണ് ഇവിടെയും പ്രാമുഖ്യം. പശുക്കളെ ഇവർ വലിയ ആദരവോടെയാണ് പരിപാലിക്കുന്നത്. തൊട്ടപ്പുറവും പശുക്കളുടെ ഒരു കൂട്ടത്തെ കാണുന്നു. അത് മറ്റൊരു ഇടയ കുടുംബത്തിന്റെ താൽക്കാലിക താവളമായിരിക്കാം. ഞാൻ അവിടേക്ക് ചെന്നു. കാൻഗ്രജ് ഇനത്തിൽപ്പെട്ട കുറെ പശുക്കൾ വെയിൽ കാഞ്ഞു കിടക്കുന്നു. ഇത്രയൊക്കെയുള്ളൂ ഇടയരുടെ ഒരു താൽക്കാലിക ആസ്ഥാനം. നല്ല മെഴുത്ത പശുക്കളാണ്. അവയെങ്ങനെ അയവിറക്കിക്കൊണ്ട് കിടക്കുന്നു. ഈ പശുവിന്റെ കഴുത്തിൽ ഒരു മണിയുണ്ട്. കഴിഞ്ഞ ദിവസം നിറോണ ഗ്രാമത്തിൽ വെച്ച് ഇത്തരം കോപ്പർ ബെല്ലിന്റെ നിർമ്മാണം ഞാൻ കണ്ടിരുന്നു. വലിയ കൂട്ടമാണെങ്കിലും അതിലെ ഒരു പശുവിന്റെ കഴുത്തിലെ മണി ഉണ്ടാവുകയുള്ളൂ. ആ പശു മറ്റുള്ളവയെയും നയിച്ചുകൊണ്ട് തീറ്റ തേടി അങ്ങനെ പോകും. കാൻഗ്രജ് പശുവിന്റെ തലയെടുപ്പാണ് ഏറെ ശ്രദ്ധേയം. വലിയ ചെവികളും വിരിഞ്ഞ കൊമ്പുകളും കാളയുടേതിന് സമാനമായ മുതുകുമാണ് ഇവയെ മറ്റിനം പശുക്കളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഇന്ത്യയിൽ നിന്നും ബ്രസീലിലേക്ക് കൊണ്ടുപോയ കാൻഗ്രജ് പശുവിൽ നിന്നും ഗുജറാത്ത് എന്നൊരിനം പശുവിനെ അവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. പശുക്കൾ മുള്ളുവേലിയുടെ പുറത്താണ്. അവയെ അകത്ത് കയറ്റുകയില്ല. വേലിക്കകത്താണ് പാലും പാലുൽപ്പന്നങ്ങളും സൂക്ഷിക്കുന്നതും പാല് കുറുക്കി മിൽക്ക് പേടയുണ്ടാക്കുന്ന അടുപ്പുള്ളതും. ഇത് ഇടയ കുടുംബത്തിന്റെ ഒരു താൽക്കാലിക സാമ്രാജ്യമാണ്. അവിടെ അവരുടെ ദൈനംദിന ജീവിതം പുലരുന്നു. ഇവിടെയും ഒരാൾ പാൽ കുറുക്കുന്നുണ്ട്. തീർത്തും വൃത്തിഹീനമായ അന്തരീക്ഷമാണ്. പൊടിമണ്ണ് കൂടിക്കിടക്കുന്നതിനടുത്താണ് അടുപ്പും പാല് കാച്ചലും. ഇയാളുടെ എല്ലാം ജീവിതം ഇത്തരം താൽക്കാലിക ക്യാമ്പുകളിലായിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിരിക്കും. കാലി മേയ്ച്ചു നടക്കുന്നു, പാൽ കറക്കുന്നു, പാൽ കാച്ചിക്കുറുക്കുന്നു. പുറം ലോകവുമായി അത്ര വലിയ ബന്ധമൊന്നുമില്ലാത്ത ഒരു ജീവിതം. പിന്നിലൊരാൾ കുളിക്കാനോ മറ്റോ ഉള്ള ഒരുക്കത്തിലാണ്. ഇതൊരു കൗതുകകരമായ ജീവിതം തന്നെയാണ്. അവിടെ നിന്നും തിരികെ ആദ്യത്തെ വേലിക്കെട്ടിനകത്തേക്ക് കയറി ചെന്നു. അവിടെ അപ്പോഴേക്കും നേരത്തെ ഇളക്കിക്കൊണ്ടിരുന്ന പാൽ ഈ രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞു. ഖോവ എന്നാണ് ഇതിന് പറയുക. ഇരുമ്പ് ചട്ടിയിൽ നിന്നും അതൊരു പാത്രത്തിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്നു. മിൽക്ക് പേട, ഗുലാബ് ജാമുൻ, ബർഫി, ഹൽവ എന്നിവയ്ക്കെല്ലാം ചേരുവയായിരിക്കും ഇത്. പരമ്പരാഗത രീതിയിലുള്ള ഖോവ നിർമ്മാണമാണ് ഇത്. വലിയ ഫാക്ടറികളിൽ യന്ത്രവൽകൃതമായും ഇപ്പോൾ ഖോവ നിർമ്മിച്ചു വരുന്നുണ്ട്. എങ്കിലും പരന്ന ചട്ടിയിൽ ചെറുതീയിൽ വറ്റിച്ചെടുക്കുന്ന പാലിന്റെ ഖോവയോടാണ് ഉത്തരേന്ത്യക്കാർക്ക് താൽപ്പര്യം. ഇന്ത്യയിൽ ഒരു വർഷം 6 ലക്ഷം മെട്രിക് ടൺ ഖോവ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നാണ് കണക്ക്. അതിൽ 30% ഗുജറാത്തിലെയും രാജസ്ഥാനിലെയും ഇടയഗോത്രങ്ങൾ ഈ വിധം നിർമ്മിച്ചെടുക്കുന്നതാണ്. കാറിൽ കയറി യാത്ര തുടരുമ്പോൾ നിരവധിയായ കന്നുകാലികളുമായി വിശാലമായ മരുഭൂമിയിലൂടെ ഇടയർ എവിടേക്കെന്നില്ലാതെ നീങ്ങുന്നതാണ് കാഴ്ച. ഇന്നലെ റൺ ഓഫ് കച്ചിലേക്ക് പോകും വഴി ഇത്തരം സംഘങ്ങളെ അധികം കണ്ടിരുന്നില്ല. നട്ടുച്ച നേരമായിരുന്നതുകൊണ്ടാവാം അത്. വർഷത്തിൽ 8 മാസവും കച്ചിന്റെ മരുഭൂപ്രദേശങ്ങളിലൂടെ തങ്ങളുടെ കന്നുകാലിക്കൂട്ടവുമായി ഇങ്ങനെ അലഞ്ഞു നടക്കുകയാവും ഇടയർ. മഴക്കാലം ആരംഭിക്കുന്നതോടെ അവർ തങ്ങളുടെ ഗ്രാമത്തിലേക്ക് മടങ്ങുന്നു. മഴക്കാലത്ത് ഗ്രാമപ്രദേശത്തും കന്നുകാലികൾക്കുള്ള പുല്ല് യഥേഷ്ടമുണ്ടാവുമെന്നതാണ് പ്രധാന കാരണം. ഗ്രാമത്തിലുണ്ടാവുന്ന ഈ 4 മാസങ്ങളിലാണ് കുടുംബത്തിലെ പ്രധാന ആഘോഷങ്ങളും വിവാഹങ്ങളും പോലും നടക്കുക. ഹൈന്ദവ വിഭാഗത്തിലുള്ള മാൽധാരി ഗോത്രങ്ങളിൽ 100 കണക്കിന് വിവാഹങ്ങൾ നടക്കുന്ന ഒരു ദിവസമുണ്ട്. ശ്രീകൃഷ്ണ ജന്മാഷ്ടമി നാളാണത്. ഗ്രാമങ്ങളെ ബന്ധപ്പെടുത്തി ഗതാഗത സംവിധാനങ്ങൾ കുറവാണ്. ഇത്തരം ജീപ്പുകളിലാണ് ആളുകൾ യാത്ര ചെയ്യുന്നത്. ഭുജിനോട് അടുക്കുമ്പോൾ ജനവാസമുള്ള പ്രദേശങ്ങളിലേക്ക് എത്തുകയായി.
രുദ്രമാതാ ഡാമിന്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഭുജിന്റെ വലിയൊരു പ്രദേശത്തെ ജലക്ഷാമം പരിഹരിക്കുന്നത് ഈ ഡാമാണ്. ഇപ്പോൾ ഭുജ് പട്ടണത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഭുജ് എയർപോർട്ടിന് സമീപത്തുള്ള പ്രദേശങ്ങളാണിത്. അതിഗംഭീരമെന്ന് പറയാവുന്ന അധികം കാഴ്ചകളൊന്നുമില്ല ഭുജ് നഗരത്തിൽ. ചെറിയൊരു പട്ടണമാണ് ഭുജ്. 56 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് ആകെ വിസ്തീർണം. 3 ലക്ഷത്തോളം ആളുകൾ ഈ പട്ടണത്തിൽ വസിക്കുന്നു. ഹിന്ദുക്കളാണ് ജനസംഖ്യയിൽ പകുതിയിലേറെയും. സിന്ധി പാരമ്പര്യമുള്ള മുസ്ലിങ്ങളാണ് 2ാം സ്ഥാനത്ത്. ജൈനമതത്തിനും വലിയ സ്വാധീനമുണ്ട് ഈ പട്ടണത്തിൽ. ഉത്തരേന്ത്യയിലെ പല പട്ടണങ്ങളിലേതിനും സമാനമായ ജീവിത സാഹചര്യങ്ങളും സാമൂഹ്യ അന്തരീക്ഷവുമെല്ലാമാണ് ഭുജിലുള്ളത്. ഇവിടെ തകർന്ന ഒരു കെട്ടിടത്തിനു മുന്നിൽ വണ്ടി നിർത്തിച്ച് ഞാൻ ഇറങ്ങി. 2001 ഭൂകമ്പത്തിൽ തകർന്നുപോയ ഒരു ആശുപത്രി മന്ദിരമാണിത്. അതിന്നും പുനരുദ്ധരിക്കാതെ അങ്ങനെ നിൽക്കുകയാണ്. 2001 ജനുവരി 26 പ്രഭാതത്തിലുണ്ടായ ശക്തമായ ഭൂമികുലുക്കത്തിൽ ഭുജ് നഗരത്തിലെ ഏതാണ്ട് 90% കെട്ടിടങ്ങളും ഈ നിലയിലായിരുന്നു. ആ ദുർദിനത്തിൽ രാവിലെ 8:50 ആയപ്പോഴേക്കും ഭുജിന്റെ കെട്ടിടങ്ങൾക്ക് സംഭവിച്ച നാശത്തിന്റെ ഒരു സ്മാരകം പോലെ നിൽക്കുകയാണ് ജൂബിലി ഹോസ്പിറ്റൽ. 1849 പ്രവർത്തനം തുടങ്ങിയ ആശുപത്രിയാണിത്. ഭുജ് നഗരത്തിലെ തന്നെ ആദ്യത്തെ വലിയ ആശുപത്രി ഇതായിരുന്നു. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഇവിടുത്തെ ജനങ്ങളുടെ വസ്ത്രധാരണ രീതിയാണ്. പാകിസ്ഥാനിലെ സിന്ധ് തുടങ്ങിയ പ്രദേശങ്ങളിലെ മുസ്ലിങ്ങളുടെ രീതിയാണിത്. ഇന്ത്യക്കാർ തന്നെയോ എന്ന് സംശയിക്കുന്ന ശരീരഘടനയും വസ്ത്രശൈലിയുമെല്ലാമാണ് ഇവരുടേത്. കാറിനടുത്തു നിന്നും ഞാനൊരു പുരാതന കവാടത്തിനരികിലേക്കാണ് നടന്നെത്തുന്നത്. ഭുജ് എന്ന കോട്ടനഗരത്തിന് പ്രധാനമായും 5 കവാടങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിലൊന്നാണിത്. സർപ്പത്ത് ഗേറ്റ് എന്ന് ഇതറിയപ്പെടുന്നു. 1715 മുതൽ 1718 വരെ കച്ച് എന്ന നാട്ടുരാജ്യം ഭരിച്ച ജഡേജ ഭരണാധികാരി റാവു ഗോദ്ജിയുടെ കാലത്താണ് ഇവിടെ ഒരു കോട്ടയുടെ നിർമ്മാണം ആരംഭിച്ചത്. ഗോദ്ജിക്ക് ശേഷം അധികാരത്തിലേറിയ മകൻ ദേശൽജിയാണ് ഇതിന്റെ പണി പൂർത്തിയാക്കിയത്. 2001 ഭൂകമ്പത്തിൽ കോട്ടമതിലിന്റെ ഈ കവാടം ഉൾപ്പെടുന്ന കുറേയേറെ ഭാഗവും തകർന്നിരുന്നു. 2009 ഈ വിധത്തിൽ ഇതിന്റെ പുനർനിർമ്മാണം നടന്നത്. കോട്ടയ്ക്കുണ്ടായിരുന്ന 5 കവാടങ്ങളും ഇത്തരത്തിലുള്ളതായിരുന്നു. 1549 ഖേൻഗർജി എന്ന ഭരണാധികാരിയാണ് കച്ച് രാജ്യത്തിന്റെ തലസ്ഥാനം ഭുജിലേക്ക് മാറ്റിയത്. മുഗളന്മാരുടെ വരവോടെ ഭുജ് അവരുടെ അധീനതയിലായി. അക്കാലത്ത് സുലൈമാൻ നഗർ എന്നായിരുന്നു ഈ പട്ടണം അറിയപ്പെട്ടിരുന്നത്. ഇവിടെ ഐനമഹൽ എന്നു പേരുള്ള ഒരു കൊട്ടാരമുണ്ട്. അത് കാണുന്നതിനു വേണ്ടിയാണ് അടുത്തതായി ഞാൻ പോകുന്നത്. 18ാം നൂറ്റാണ്ടിന്റെ മധ്യകാലം മുതൽ ഭുജിലെ രാജകുടുംബം വസിച്ചിരുന്നത് ഐനമഹലിലാണ്. കച്ചിന്റെ തലസ്ഥാനമായി മാറുന്നതിനും 4 ദശകങ്ങൾക്ക് മുൻപ് തന്നെ ഭുജ് പട്ടണം സ്ഥാപിതമായിരുന്നു. രാജ്യം പുറത്തുനിന്നുള്ള നിരന്തര ഭീഷണിയെ നേരിട്ടപ്പോഴാണ് തന്ത്രപ്രധാനമായ ഒരു സ്ഥാനമെന്ന നിലയിൽ ഇവിടം തലസ്ഥാനമാവുന്നത്. 18-19 നൂറ്റാണ്ടുകളിലായി 6 തവണ ഭുജ് നഗരം ആക്രമിക്കപ്പെട്ടിരുന്നു. 2 തവണ കച്ച് പടയാളികൾ ആക്രമികളെ തുരത്തിയെങ്കിലും 4 തവണ അവർക്ക് മുന്നിൽ അടിയറവ് പറയുകയും ചെയ്തു. 1819 ഭൂകമ്പം ആദ്യമായി ഭുജ് നഗരത്തിൽ നാശം വിതയ്ക്കുന്നത്. ഇത് ഭുജിന്റെ കോട്ടവാതിലുകളിൽ മറ്റൊന്നാണ്. അത് കടന്ന് ലക്ഷ്മിനാരായൺ സനാതൻ സമാജിന്റെ മന്ദിരത്തിന് സമീപത്തുകൂടിയാണ് യാത്ര. ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ കച്ച് രാജ്യവും ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചു. 1956 കച്ച് രാജ്യം ബോംബെ സംസ്ഥാനത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. കാർ ഒരു ജലാശയത്തിനടുത്തേക്ക് എത്തിയിരിക്കുന്നു. ഹമിർസാർ തടാകമാണിത്. മനുഷ്യനിർമ്മിതമായ ഒരു തടാകം. അതിനപ്പുറം തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു കെട്ടിടം കാണാം. അതാണ് ഇവിടുത്തെ ഐനമഹൽ എന്നറിയപ്പെടുന്ന കൊട്ടാരം. അവിടേക്കാണ് ഇനി എനിക്ക് പോകേണ്ടത്. ഭുജിലെ ഏറ്റവും പ്രധാന നിർമ്മിതികളിലൊന്നാണ് ഐനമഹൽ. 1548 മുതൽ 37 വർഷക്കാലം കച്ച് ഭരിച്ച റാവു ഖേൻഗർജിയുടെ കാലത്താണ് ഹമീർസാർ തടാകം നിർമ്മിക്കുന്നത്. ഭുജ് നഗര സ്ഥാപകനായ ജഡേജ ഭരണാധികാരി റാവു ഹമീറിന്റെ സ്മരണാർത്ഥം ഇതിന് ഹമീർസാർ എന്ന പേരും നൽകി.
ഭുജ് നഗരത്തിന്റെ ജലാവശ്യങ്ങളെല്ലാം നിർവഹിക്കാൻ പര്യാപ്തമായിരുന്നു നിർമ്മിതമായ കാലത്ത് ഹമീർസാർ തടാകം. ഏതു നേരവും ജലം നിറഞ്ഞുകിടക്കുന്നതിനായി 3 ചെറുനദികളിൽ നിന്ന് ഈ തടാകത്തിലേക്ക് കനാലുകളുമുണ്ടായിരുന്നു പണ്ട്. കൊട്ടാരം ലക്ഷ്യമാക്കി ഞാൻ ഹമീർസാർ തടാകതീരത്തുകൂടി യാത്ര തുടരുകയാണ്.